ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ. കാരണം നമ്മൾ വീട് വയ്ക്കുന്നവർ, പ്ലാസ്റ്ററിങ് ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, മെയിൻ കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണോ നിങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാൻ നോക്കണം. ഇപ്പോൾ ഞങ്ങളിവിടെ റൂഫ് തട്ട് ചാന്തിടാൻ വേണ്ടി നമ്മൾ മട്ടം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും മട്ടം വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ചാന്ത് എന്നാണോ ഇടുന്നത് അതിൻ്റെ തലേ ദിവസം വേണം നമ്മളിതുപോലെ വാട്ടറിൽ മട്ടം പിടിച്ച് ഓട് വയ്ക്കാൻ. കാരണം അപ്പോൾ അത് സെറ്റാകും. നമ്മൾ ചാന്ത് ഇടുന്നതിൻ്റെ അന്നാണ് മട്ടം പിടിച്ച് ഓട് വയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ മുഴക്കോലിന് ലെവലെടുക്കുമ്പോൾ ഓട് താരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവിടെ കുഴിയാവും, വെള്ളം കെട്ടി നിൽക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധിക്കണം. ഞങ്ങളിപ്പോൾ ഇത് ടോപ്പിൽ 4 പാക്കറ്റിൻ്റെ മണ്ണ് കയറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുവഴിയാണ് ഞങ്ങൾ മണ്ണൊക്കെ കയറ്റുന്നത്. അപ്പോൾ 4 പാക്കറ്റിൻ്റെ ചാന്ത് കൂട്ടിയിട്ട് ബാക്കി ചാന്ത് താഴെ നിന്ന് കൂട്ടി തൊട്ടിക്ക് കോരിയെടുക്കും. അപ്പോൾ ഇത്രയും ഏരിയ ഉണ്ട്. അപ്പോൾ ഇന്ന് പഴയപോലെ തന്നെ ഒരു മേസ്ത്രി 2 ഹെൽപ്പറാണ് ഉള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം ഇതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ തട്ട് ചാന്തിടുന്ന മുമ്പേ ചെയ്യേണ്ട കാര്യം, നമ്മൾ 2 ദിവസത്തിന് മുമ്പ് തട്ട് മുഴുവനും ക്ലീൻ ചെയ്തായിരുന്നു. ചാന്തൊക്കെ ഉള്ളതെല്ലാം കൊത്തിക്കളഞ്ഞ് ക്ലീൻ ചെയ്തു. അപ്പോൾ തട്ട് നല്ല ഉണങ്ങിക്കിടക്കുകയായിരുന്നു. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് വെള്ളം വെച്ച് നനയ്ക്കുകയാണ്. നമ്മൾ തലേ ദിവസം മോട്ടർ വെച്ച് അടിച്ചതാണ്. അപ്പോൾ അത് ഉണങ്ങിയതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ വെള്ളം മൊത്തത്തിൽ വെള്ളം കോരി ഒഴിക്കുകയാണ്. അപ്പോൾ ഇത് ഒഴിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഗ്രൗട്ട് ഒഴിക്കുമ്പോൾ ഗ്രൗട്ട് ഉണങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. ഇതിൻ്റെ മെയിനായിട്ട് പ്രധാനമായിട്ടുള്ള കാര്യമാണ് തട്ട് ചാന്തിടുമ്പോൾ സിമൻറ്റ് മിക്സിങ്. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഇടുന്നത് 5 ചട്ടി മണലിന് 1 ചട്ടി സിമൻറ്റ്. അതായത് അതിൻ്റെ അടിയിലും ഗ്രൗട്ട് വരുന്നുണ്ട്, മുകളിലും ഗ്രൗട്ട് വരുന്നുണ്ട്. അതങ്ങനെ ഈ പരുവത്തിലായിരിക്കണം. അതായത് തീരെ പൊടി പരുവത്തിലിടരുത്. മുഖ്യ ആൾക്കാരും വർക്ക് പെട്ടെന്ന് തീർക്കാൻ, അതായത് ചാന്ത് ഇട്ട് അതിൽ ഗ്രൗട്ട് ഒഴിച്ച് തേച്ച് ഫിനിഷ് ചെയ്ത് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി തീരെ പൊടി പരുവത്തിലാണ് ചാന്തിടുന്നത്. അപ്പോൾ അങ്ങനെ ഇട്ടാലുള്ള കുഴപ്പമെന്ന് പറയുന്നത്, കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് പൊട്ടിപ്പോവും. അത് ചാന്ത് നല്ല ടൈറ്റ് ആവില്ല അങ്ങനെ ചെയ്താൽ. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഞാൻ അത് കാണിച്ചത്, ചാന്തിൻ്റെ പരുവം കാണിച്ചത്. നിങ്ങൾ ഗ്രൗട്ട് അടിക്കുമ്പോൾ അതുപോലെ തന്നെ ഒരുപാട് കട്ടിയാക്കരുത്, ഇതുപോലെ ലൂസായിട്ടാണ് ഒഴിക്കാൻ. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ തട്ട് ചാന്ത് ഇടുമ്പോൾ, അതായത് റൂഫ് ചാന്ത് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ആരും വലിയ സീരിയസ് ആയിട്ട് എടുക്കാറില്ല. നമ്മൾ ഒരു വീട് വയ്ക്കുമ്പോൾ മെയിൻ സ്ലാബിൻ്റെ കോൺക്രീറ്റ് എങ്ങനെയാണോ ചെയ്യുന്നത് അതേ പ്രാധാന്യമാണ് നമ്മൾ ഈ റൂഫ് പ്ലാസ്റ്ററിങ് ചെയ്യുന്നതിൻ്റെത്. കാരണം പലപ്പോഴും ആൾക്കാർ വിചാരിക്കുമോ തട്ട് പ്ലാസ്റ്ററിങ് അല്ലേ, അത് വിഷയമുള്ളതല്ല എന്നൊക്കെ പല ആൾക്കാരും ചിന്തിക്കാറുണ്ട്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ എങ്ങനെയാണോ തട്ട് കോൺക്രീറ്റ് ചെയ്യുന്നത് അതേ സീരിയസ് ആയിട്ട് തന്നെ ഈ തട്ട് ചാന്തിടുന്നതിലും എടുക്കണം. നമ്മൾ മാക്സിമം ഹോളോ ബ്രിക്സ് വെച്ച് കെട്ടുമ്പോൾ, രണ്ടാമത്തെ നില മേളിൽ ടോപ്പിൽ അടുത്ത നിലയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു സ്ലോപ്പ് ഇട്ട് കെട്ടാൻ നോക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ പറ്റുന്ന പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാന്ത് കനം ഒരു സൈഡിലാണ് സ്ലോപ്പ് കൊടുക്കുന്നതെങ്കിൽ നല്ല കനം കയറും ചാന്തിന്. അപ്പോൾ അങ്ങനെ ചാന്തിന് നല്ല കനം കയറുമ്പോൾ എന്താ സംഭവിക്കുന്നത്, കൊണ്ട് പൊട്ടൽ വീഴും, ക്രാക്ക് വീഴും, കംപ്ലീറ്റും ക്രാക്കും പൊട്ടലായിരിക്കും. അപ്പോൾ അത് ചാന്ത് കനം കുറയ്ക്കാൻ വേണ്ടി മുഖ്യ ആൾക്കാരും ചെയ്യുന്ന ഒരു പോം വഴി എന്ന് പറയുന്നത്, അതിൻ്റെ മുകളിൽ കുറച്ച് കോൺക്രീറ്റ് കുഴച്ചിടും. പക്ഷെ അങ്ങനെ കോൺക്രീറ്റ് ഇടുമ്പോഴും ഒരു പ്രശ്നമുണ്ട്. നമ്മൾ തട്ട് കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിൽ ഗ്രൗട്ട് ഒഴിച്ച് രണ്ടാമതും അതിൻ്റെ മേളിൽ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ഈ പഴയ കോൺക്രീറ്റിലായിട്ട് പിടിക്കില്ല. അത് എപ്പോഴും അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് കാണും. അത് നിങ്ങൾ ഈ ചാന്തിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇങ്ങനെ തട്ടുമ്പോൾ നിങ്ങൾക്കത് നല്ല രീതിയിൽ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എപ്പോഴും നമ്മൾ കെട്ടാൻ നേരത്ത് ഒരു ചെറിയ സ്ലോപ്പ്, അത് നമുക്ക് താഴെ നോക്കി അറിയാൻ പറ്റില്ല. ചെറിയ സ്ലോപ്പ് ഇട്ട് കെട്ടിക്കഴിഞ്ഞാൽ ചാന്തിനം വളരെ കുറവായിരിക്കും. ഇതിപ്പോൾ വളരെ ചാന്തിനം കുറവാണ്. ഇതിൻ്റെ സൈഡിൽ ചാന്ത് കിടക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. കാരണം മൊത്തം 11 പാക്കറ്റ് സിമൻ്റാണ് ഞങ്ങളിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മുഖ്യ ആൾക്കാരും വീട് വെച്ച് കയ്യിൽ കാശ് തീരുമ്പോൾ നമ്മൾ പ്ലാസ്റ്ററിങ് അവിടെ ഒഴിവാക്കും. അതായത് പിന്നീട് പൈസ കിട്ടിയിട്ട് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യാം എന്നുള്ള ഒരു കണക്കൂട്ടിൽ നിൽക്കും. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യും. നമ്മൾ ഏറ്റവും ചെയ്യുന്ന വലിയൊരു മണ്ടത്തിനുള്ളത്. കാരണം ഈ റൂഫ് ചെയ്യാത്ത വീടാണെങ്കിൽ നമ്മൾ മാക്സിമം നമ്മളെ കയ്യിലുള്ള പൈസ വെച്ച് ആദ്യം ഈ തട്ട് പ്ലാസ്റ്റിങ്, അതുപോലെ സെൻസൈഡിൻ്റെ
സ്ലാബ്, ഇത് രണ്ടും മെയിനായിട്ടും പ്ലാസ്റ്റർ ചെയ്യാൻ നോക്കണം. അതങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വീടിൻ്റെ വില്ലൻ എന്ന് പറയുന്നത് വെള്ളമാണ്. ഈ മഴ പെയ്ത് മെയിൻ സ്ലാബിൽ മഴ പെയ്ത് വെള്ളം കെട്ടി നിന്ന് പായലൊക്കെ പിടിച്ച് അത് ഒരു കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ വെള്ളം നനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എത്ര കോൺക്രീറ്റ് ഇട്ടാലും നമ്മൾ ആ കോൺക്രീറ്റ് ഒരു പരിധി കഴിയുമ്പോൾ ഇതിൻ്റെ സിമെൻറ്റിൻ്റെ പവർ അങ്ങ് മാറും. പവർ കുറയുമ്പോൾ പറ്റണത് എന്താ, കോൺക്രീറ്റിന് ബലം, അതായത് നമ്മളെ ഈ തട്ടിന് ബലം കുറവ് വരും. ഈ തട്ടിൻ്റെ ബലം, വീടിന് ബലം കുറഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൈസ മുടക്കി അതിൻ്റെ മേളിൽ എന്ത് മെയിൻ്റനൻസ് ചെയ്തിട്ടും കാര്യമില്ല. കാരണം ഉള്ളിൽ ബലമില്ല. നമ്മളെ കാല് ബലപ്പിച്ച് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെയാണ് വീടിൻ്റെ അവസ്ഥ. അപ്പോൾ മാക്സിമം എല്ലാവരും തട്ട് പ്ലാസ്റ്റർ ചെയ്യാൻ നോക്കണം. പിന്നെ ബാക്കി പൈസ കിട്ടിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പണി പ്ലാസ്റ്ററിങ് ഒക്കെ ചെയ്യാം. അപ്പം തട്ട് പ്ലാസ്റ്റർ ചെയ്യാതിരിക്കരുത്. പിന്നെ നമ്മൾ തട്ട് ചാന്തിടാൻ നേരത്ത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരിക്കലും, ഞാനിപ്പോൾ അത് ഒരു മേസ്തിരിയേ ഉള്ളൂ, അപ്പോൾ ഒരിക്കലും നമ്മൾ ഫുൾ ചാന്ത് ഇട്ടിട്ട്, അതായത് കംപ്ലീറ്റും ചാന്ത് ഇട്ടിട്ട് ഗ്രൗട്ട് ചുറ്റാൻ നിൽക്കരുത്. കാരണം ചാന്ത് ഉണങ്ങാൻ പാടില്ല. ഈ ചാന്ത് ഉണങ്ങും മുമ്പേ തന്നെ ആ പച്ച ആയിട്ട് നനവോടെ ഇരിക്കുന്ന ചാന്തിൽ തന്നെ നമ്മൾ ഗ്രൗട്ട് ചുറ്റണം. അങ്ങനെ ഗ്രൗട്ട് ചുറ്റി ചാന്ത് ഉണങ്ങിയിട്ടതിന് ശേഷമാണ് നമ്മൾ ഗ്രൗട്ട് ചുറ്റിയാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ഗ്രൗട്ട് പാട പോലെ ഇളവും. ഒരു ബലവും കാണത്തില്ല, പാട പോലെ ഇളകി വരും. അത് മെയിനായിട്ടും എല്ലാവരും ഇത് ഈ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന മുഖ്യ ആൾക്കാർക്കും അറിയാം. പക്ഷെ ചില ആൾക്കാർ ഈ വർക്കിൻ്റെ എളുപ്പത്തിന് വേണ്ടി ചാന്ത് മൊത്തം ഇട്ട് അതിന് ശേഷം മാത്രമായിരിക്കും ഗ്രൗട്ട് ചുറ്റുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴുള്ള കുഴപ്പം ഇതാണ്. കാരണം ഈ ഗ്രൗട്ടും ചാന്തും തമ്മിൽ യാതൊരു ബന്ധവും കാണില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ, കുറച്ച് മഴയൊക്കെ പെയ്ത് കുറച്ച് വെയിലൊക്കെ അടിക്കുമ്പോൾ ഈ ഗ്രൗട്ട് പാട പോലെ പൊള്ളി ഇളവും, പൊട്ടിപ്പോവും. ഒരു ചെറിയൊരു ഹോള് വീഴുന്നാൽ മതി, ആ ഗ്രൗട്ട് കംപ്ലീറ്റും പോവും. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഈ കാര്യം പ്രത്യേകിച്ച് പറയുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക്, ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിപ്പോൾ ഞങ്ങൾ 2 ഹെൽപ്പറും ഒരു മേസ്ത്രിയാണ് നിന്ന് ഈ ചാന്തിടുന്നത്. അപ്പം ഇന്ന് അന്തരീക്ഷം എന്ന് പറയുന്നത് നല്ല മഴക്കോളുണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ പണി ചെയ്തത്. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ കുളമാകും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചെയ്തത്. പിന്നെ ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കേട്ടോ. നമ്മൾ ഈ റൂഫ് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നമ്മൾ ഈ 4 ഭിത്തിയുടെ സൈഡിൽ വശവ് കൊടുക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ അടുത്ത റൂം ഇറക്കുന്നുണ്ട്, അടുത്ത നില ഉടനെ ഇറക്കും എന്നുണ്ടെങ്കിൽ നമുക്ക് ആ വശവ് അങ്ങ് ഒഴിവാക്കാം. വശവിൻ്റെ ആവശ്യമില്ല. അല്ല, നിങ്ങൾ റൂം ഇറക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വശവ് കൊടുക്കണം. വശവ് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഈ ചുമരിൻ്റെയും ഈ ചാന്തിൻ്റെയും രണ്ടിനും ഈ ചേവറിൽ ചേർന്നിരിക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ ചെറിയൊരു ഗ്യാപ്പ് വരും. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു വെടിച്ചിൽ വരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി വെള്ളത്തിൻ്റെ ഈർപ്പം താഴോട്ട് ഇറങ്ങും. അത് 1-2 ദിവസം ഇറങ്ങിയെന്നും പറഞ്ഞ് നമുക്ക് അറിയാൻ കഴിയില്ല, ഒരിക്കലും അറിയാൻ പറ്റില്ല. അത് കുറേ കാലം കഴിയും തോറും ഇതിൻ്റെ ഇടയിൽ കൂടി ഈർപ്പം വന്ന് ഈ പെയിൻ്റൊക്കെ പൊള്ളി ഇളവും. അപ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ വശവ് കൊടുത്തിട്ട് വേണം ചെയ്യാൻ. വശവ് കൊടുക്കാതെ ചെയ്യരുത്. കാരണം ഈ വശവ് കൊടുക്കുന്നതെന്ന് പറയുന്നത് ഇത്തിരി പണിയുള്ള കാര്യമാണ്. കാരണം അത് മുഴക്കോലിന് കറക്കിയെടുത്ത് അത് ഗ്രൗട്ട് ഒഴിച്ച് തേച്ചൊക്കെ എടുക്കുമ്പോൾ അത് ഇത്തിരി പണിയുള്ള കാര്യമാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഞങ്ങൾ ഈ 4 സൈഡിലും വശവ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ഈ പകുതിയാണ് ചാന്തിട്ടിട്ടുള്ളത്. അപ്പോൾ പകുതി ചാന്ത് ഇടുമ്പം തന്നെ നമ്മൾ കൈയോടെ ഗ്രൗട്ടും കൂടി അങ്ങ് ചുറ്റിയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഗ്രൗട്ടും ചാന്തുമായിട്ട് പിടിച്ച് നല്ല ബലമായിട്ട് മുറുകിയിരിക്കും. ചാന്ത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്രൗട്ട് വെച്ചിട്ട് ഒരു ഉപയോഗമില്ല. അതുകൊണ്ട് ഈ കാര്യം വളരെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ മെയിൻ സ്ലാബ് എങ്ങനെയാണോ കോൺക്രീറ്റ് ചെയ്യുന്നത് അതേപോലെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ തട്ട് ചാന്തിടുന്നത്, അതായത് റൂഫ് പ്ലാസ്റ്ററിങ്. ഇത് പല ആൾക്കാർക്കും ശ്രദ്ധിക്കാറില്ല. കാരണം ഞങ്ങൾ തന്നെ ഒരുപാട് സൈറ്റിൽ ഈ തട്ട് ചാന്ത് ലീക്കുള്ളത് കൊണ്ട് ഞങ്ങളത് കൊത്തിക്കളഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സൈറ്റിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചാന്ത് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണും, ചാന്ത് ഇട്ടിട്ട് കരണ്ടിയോ അല്ലെങ്കിൽ ഒരു തടി വെച്ച് ഒരു ആണി വെച്ച് അടിച്ച് നല്ല രീതിയിൽ ചാന്ത് ഇടിച്ച് ഉറപ്പിക്കണം. അത് എന്തിനാണെന്നറിയാമോ അങ്ങനെ ഉറപ്പിക്കുന്നത്? അങ്ങനെ ഉറപ്പിക്കുമ്പോൾ നമ്മൾ ഈ ഗ്രൗട്ട് ചുറ്റാൻ നേരത്ത് ചവിട്ടി കയറി നിൽക്കുമ്പോൾ അവിടെ താരില്ല. മറ്റേത് അവിടെ താരുമ്പോൾ നമ്മൾ ഗ്രൗട്ട് ചുറ്റുമ്പോൾ അവിടെ ചവിട്ടുകുഴി, ആ പാട് കാണും. അത് മഴ പെയ്ത് കഴിയുമ്പോൾ അവിടെ അത്രയും വെള്ളം കിട്ടും. ഇതിപ്പോൾ ഞങ്ങൾ ഇത്രയും ഏരിയ ചാന്തിട്ട് തീർന്നു, പകുതിയോളം ഗ്രൗട്ട് ചുറ്റി ഫിനിഷ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് കയറേണ്ട ആവശ്യമില്ല. കറക്റ്റ്
ചാന്ത് ഉണങ്ങും മുമ്പാണ് ഞങ്ങൾ ചെയ്തത്. അടുത്തത് ബാക്കിലോട്ട്, ബാക്കിയുള്ളതും കൂടി ചാന്തിട്ട് ഗ്രൗട്ട് ചുറ്റുമ്പോൾ തട്ട് നല്ല ഉറപ്പായിരിക്കും. ഞങ്ങൾ ഒരു തേപ്പിൽ തീരാത്തതുകൊണ്ട് രണ്ടാമത് ഇതുപോലെ ന്യൂസ് പേപ്പർ ഇട്ടിട്ടാണ് തേക്കുന്നത്. അപ്പോൾ അങ്ങനെ തേക്കുമ്പം തേച്ച് കണ്ണാടി പോലെ ആക്കണ്ട, കണ്ണാടി പോലെ ആക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ കാണുമ്പോൾ വൃത്തികേടില്ലാത്ത രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ തേച്ചിട്ട് അതിൻ്റെ സൈഡ് ഗ്രൗട്ട് വശവിൽ ഗ്രൗട്ട് വെച്ചതിന് ശേഷം ബ്രഷ് വെച്ച് മാറ്റി എടുത്തു കഴിഞ്ഞാൽ സ്ലോപ്പും പക്കയായിരിക്കണം. കാരണം സ്ലോപ്പ് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, നമുക്ക് നമ്മളെ വീടിൻ്റെ ലെങ്ത് അനുസരിച്ച് വേണം നമ്മൾ സ്ലോപ്പ് കൊടുക്കാൻ. നല്ല ഏരിയ ഉണ്ടെങ്കിൽ 2 സൈഡിലായിട്ട് സ്ലോപ്പ് കൊടുക്കണം. സെൻറ്റർ ഓവ് കൊടുത്തിട്ട് 2 സൈഡിൽ നിന്ന് സ്ലോപ്പ് കൊടുത്ത് വേണം ചെയ്യാൻ. ഒറ്റ സൈഡിൽ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ചാന്ത് തന്നെ കയറും. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഒറ്റ സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കെട്ടാൻ നേരത്ത് സ്ലോപ്പ് ഇട്ടിട്ടാണ് കെട്ടിയത്. അതായത് 1.5 ഇഞ്ചോളം സ്ലോപ്പ് ഇട്ടാണ് നമ്മൾ ഇത് ഇതിൻ്റെ തട്ടുമട്ടം കെട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ കോൺക്രീറ്റിൽ ആ 1.5 ഇഞ്ച് സ്ലോപ്പ് കൊണ്ട് നമ്മൾ ടോപ്പിൽ ചാന്ത് വിടുമ്പം നമുക്ക് ചെറിയ കനമേ വരുള്ളൂ, ഒരുപാട് നമുക്ക് കാശാവത്തില്ല, ചെറിയ നൈസ് കനമേ വരത്തുള്ളൂ. ഇപ്പോൾ ഏകദേശം നമുക്ക് മൊത്തം 8 പാക്കറ്റ് സിമൻറ്റിൻ്റെ ചാന്തായി. 8 പാക്കറ്റിൻ്റെ ചാന്തും 3 പാക്കറ്റിനും ഗ്രൗട്ടുമായി. ഗ്രൗട്ട് ഒഴിക്കുമ്പോൾ അതേപോലെ തന്നെ 2 ലെയർ ഇത്തിരി കട്ടിക്ക്, അതായത് ഓവർ കട്ടിയല്ല, 2 ലെയർ ഗ്രൗട്ട് ഒഴിച്ചിട്ട് തന്നെ ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പണി വളരെ ഫാസ്റ്റിൽ തീരുകയും ചെയ്യും. നമുക്ക് ആ തട്ട് കൊണ്ട് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല, ലീക്ക് ഉണ്ടാകുന്നത്. കാരണം നമുക്ക് ക്ലയൻറ്റിന് കൊടുക്കാൻ പറ്റുന്നൊരു വിശ്വാസം എന്ന് പറയുന്നത്, ഒരു ധൈര്യം എന്ന് പറയുന്നത്, നമ്മൾ ചെയ്യുന്ന വർക്ക് അത്രയും പെർഫെക്ഷൻ ആയിരിക്കണം. അതാ നല്ല മഴക്കോളുണ്ട്, ഞങ്ങൾക്കൊരു ടെൻഷനായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. കാരണം നല്ല ഇരുണ്ട് വന്നു. പക്ഷേ ദൈവം സഹായിച്ച് നമ്മൾ വർക്ക് തീർന്ന് വൈകുന്നേരം വരെ മഴ പെയ്തില്ല. കാരണം വർക്ക് നമ്മൾ തീർന്ന് ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ ഏകദേശം ഇത് ഉണങ്ങും. ഇപ്പോൾ ആ മഴക്കോൾ മാറി ചെറിയൊരു വെയിൽ വന്നപ്പോഴാണ് ബാക്കി സൈഡും കൂടി നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇതിൻ്റെ അടുത്തത് ഇതിൽ നനയ്ക്കുന്നതും ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് നനയ്ക്കേണ്ടത്, എത്ര ദിവസം നനയ്ക്കണം, അതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണെന്ന് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം. അതായത് ഇപ്പോൾ ഞങ്ങൾ ഫുൾ പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് വർക്ക് ചെയ്തത് ഇപ്പോൾ ഒരു മേസ്ത്രിയും 2 ഹെൽപ്പറാണ്. ഒരു മേസ്ത്രിയിൽ നിന്ന് ഇത്രയും ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ട്. കാരണം ശരീരമൊക്കെ നല്ല ക്ഷീണിച്ചു. കാരണം ഉച്ചയ്ക്ക് കഴിക്കാൻ പോലും ഇറങ്ങിയിട്ടില്ല. കാരണം കഴിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ചാന്ത് കിടന്ന് ഉണങ്ങിപ്പോവും. അതുകൊണ്ട് കഴിക്കാൻ പോലും ഇറങ്ങിയിട്ടില്ല. നല്ല ക്ഷീണിച്ചെന്ന് വെച്ചാൽ നല്ല ക്ഷീണിച്ചു. അതിൻ്റെ കൂടെയാണ് ഈ വീഡിയോ എടുത്ത് ഞാൻ എനിക്കറിയാവുന്ന കാര്യം നിങ്ങളെ അറിയിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.